ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററുമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ, ജീവന്റെ ജനിതകം എന്ന ചാപ്റ്ററിലെ ഒരു കുഞ്ഞ് പോർഷൻ നമുക്ക് നോക്കാം. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ഇത്തിരി പഴയ 2020 രസതന്ത്ര നോബൽ നേടിയിട്ടുള്ള ഒരു ചെറിയൊരു വാർത്താക്കുറിപ്പുമായിട്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2020 ജെന്നിഫർ എഡൗഡ്ന, എമാനുവൽ കാർപ്പൻറ്റയർ എന്നിവർക്ക് ഒരു നോബൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഓക്കെ, ആർക്കാണ് 2020 രസതന്ത്ര നോബൽ? ആർക്കാണ്? എമാനുവൽ കാർപ്പൻറ്റയർ, ജെന്നിഫർ എഡൗഡ്ന. ഇവർ ഷെയർ ചെയ്തു കെമിസ്ട്രിയിലുള്ള നോബൽ പ്രൈസ്. എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്? അവരൊരു ക്രിസ്പർ കാസ് എന്ന ടെക്നോളജി കണ്ടുപിടിച്ചതിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് കേട്ടോ. ക്രിസ്പർ കാസ്. എന്താണ് ക്രിസ്പർ കാസ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്തിനാണ് അത്? ഈ ക്രിസ്പർ കാസ് എന്തിനാണ് അവർ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബെനഫിറ്റ്? അതിന് നമ്മുടെ DNA-ക്കകത്തുള്ള ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്താൻ കഴിയുന്ന ജീൻ എഡിറ്റിംഗ് പ്രോസസ്, ജീൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്പർ കാസ് എന്ന ടെക്നോളജി ഉപയോഗിക്കാം എന്നാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ എന്താണ് ജീൻ എഡിറ്റിംഗ്, എന്താണ് ക്രിസ്പർ കാസ് ടെക്നോളജി, എന്താണ് ക്രിസ്പർ കാസ് 9, ഇതെല്ലാം നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിസ്പർ കാസ് 9 എന്നത് ഇതൊരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ആണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ചെയ്യുന്നത്? DNA-യുടെ മോഡിഫിക്കേഷൻ, അതായത് അതിനകത്ത് നമുക്ക് മാറ്റം വരുത്താം. ഓരോരുത്തരുടെയും DNA വ്യത്യാസമാണ് അല്ലേ? പല രീതിയിൽ നമുക്കറിയാം DNA എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഈ DNA ആണ് ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകളെല്ലാം നിർണ്ണയിക്കുന്നത്. ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജനിതക വസ്തു എന്ന് പറയാം. അപ്പൊ ഈ DNA-യിൽ ഓരോരുത്തരുടെയും DNA എന്താണ്? യുണീക്ക് ആണ്. അതായത് ഒരാളുടെ DNA-യിൽ നിന്നും മറ്റൊരാളുടെ DNA വ്യത്യസ്തമാണ്. ഒരുപോലുള്ള DNA എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ആ DNA-യിൽ നമുക്ക് ജന്മനാ ലഭിക്കുന്ന DNA-യുടെ ആ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിൽ എന്ത് ചെയ്യാം? മോഡിഫിക്കേഷൻ വരുത്തുക. എന്തെങ്കിലുമൊക്കെ മാറ്റം, അഭിലഷണീയമായ, നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്? ത്രൂ ജീൻ എഡിറ്റിംഗ്. ഓക്കെ, അപ്പം ഇതാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ DNA-യിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. അങ്ങനെ ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി ക്രിസ്പർ കാസ് എന്നൊരു ടെക്നോളജി ഉപയോഗിക്കാം എന്നാണ് എമാനുവൽ കാർപ്പൻറ്റയറും ജെന്നിഫർ എഡൗഡ്നയും കൂടെ കണ്ടെത്തിയത്. അവർക്കതൊരു വലിയ കണ്ടുപിടുത്തമാണല്ലേ. സോ അവർക്കതിന് നോബൽ പ്രൈസും കിട്ടുകയുണ്ടായി. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഗുണം? നമുക്കല്ല ജനറ്റിക് ഡിസീസസ്, ജനിതക രോഗങ്ങൾ, അതിനെല്ലാം ക്യാൻസർ ചികിത്സയിലൊക്കെ നമുക്ക് ആ ഒരു പ്രത്യേക രോഗം ബാധിച്ച സെൽസിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ ഏത് ജീനിനെയാണോ, ജനിതക രോഗം എന്ന് പറയുമ്പോൾ ജീൻസിനെ, നമ്മുടെ ജീനുകളെ ബാധിക്കുന്ന രോഗമാണല്ലേ. അപ്പം അതിനെ നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പം വളരെ നല്ല രീതിയിൽ ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജനിതക എഡിറ്റിംഗ് അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് എന്നതുകൊണ്ടുള്ള എന്താണ് അതിൻ്റെ യൂസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിതക രോഗ ചികിത്സയിൽ, ക്യാൻസർ ചികിത്സയിൽ നമുക്കിത് ഉപയോഗിക്കാം. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ജീൻ എഡിറ്റിംഗ് ഉപയോഗിക്കാം. അപ്പോൾ അതിനു മുൻപായിട്ട് എന്താണ് ക്രിസ്പർ കാസ് 9? ക്രിസ്പർ കാസ് 9 അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ജീനുകളെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ കാസ് 9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. എന്തിനാണ് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് DNA-യുടെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. DNA-യുടെ മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ക്രിസ്പർ കാസ് 9 ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എന്താണ് ജീൻ എഡിറ്റിംഗ്? അതും കൂടെ ഒന്ന് അറിയണം. ഇപ്പം ഞാൻ ചെറുതായിട്ട് അത് പറയുകയൊക്കെ ചെയ്തു. എങ്കിൽ പോലും ജീൻ എഡിറ്റിങ്ങിൽ വരുന്നത് നമ്മൾ
നമുക്ക് ഏതെങ്കിലും ഒരു ജീനിനെ ഇനാക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ രോഗത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ രോഗബാധിതമായ ഒരു ജീനാണെന്ന് വിചാരിക്കൂ. നമുക്കതിനെ ഇനാക്ടിവേറ്റ് ആക്കണം, എന്ന് വെച്ചാൽ അതിനെ പ്രവർത്തനരഹിതമാക്കണം. അത് നമുക്ക് ജീൻ എഡിറ്റിങ്ങിലൂടെ പറ്റും. ഓക്കെ, സോ ജീനിനെ ഇനാക്റ്റീവ് ആക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ ഇനാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പുതിയ ജീനിനെ ഇൻസേർട്ട് ചെയ്യാൻ, ഒരു ജീനിനെ രോഗബാധിതമായ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ജീനിനെ റിമൂവ് ചെയ്യുമ്പോൾ അതിനൊരു പുതിയ ജീനുമായിട്ട് റീപ്ലേസ് ചെയ്യണം അല്ലേ. സോ പുതിയ ജീനിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ജീൻ എഡിറ്റിംഗ് ഉപയോഗിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ നിലവിൽ നമുക്കൊരു ജീൻ ഉണ്ട്. ഓക്കെ, ആ നിലവിലുള്ള ജീനിനെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ടും നമുക്ക് എന്തുപയോഗിക്കാം, ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജീൻ എഡിറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീൻ എഡിറ്റിംഗ് ടെക്നോളജി എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ജീനിനെ ഇനാക്റ്റീവ് ആക്കാൻ, പ്രവർത്തനരഹിതമാക്കാൻ, പിന്നെ പുതിയ ജീനിനെ ഇൻസേർട്ട് ചെയ്യാൻ, നിലവിലുള്ള ഒരു ജീനിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യാനെല്ലാം നമുക്ക് ജീൻ എഡിറ്റിംഗ് ഉപയോഗിക്കും. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഇനി ഇനി എന്താണ്, ഇതൊരു Cas9. ഇത് ചെയ്യുന്നത് ഒരു Cas9 എന്നൊരു പ്രോട്ടീനിനെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ CRISPR-Cas9 എന്നൊരു ടെക്നോളജിയിൽ, CRISPR-Cas9 എന്ന ഈ ടെക്നോളജിയിൽ Cas9 എന്നത് എന്താണ്, ഒരു പ്രോട്ടീനാണ്. ഓക്കെ, Cas9 എന്നതൊരു പ്രോട്ടീനാണ്. ഓക്കെ, അപ്പം ഈ Cas9 എന്നതിന് ഒരു പൂർണ്ണരൂപമുണ്ട്, Cas9. ഇതിന്റെ പൂർണ്ണരൂപമാണ് എന്ത്, CRISPR അസോസിയേറ്റഡ് പ്രോട്ടീൻ 9. CRISPR അസോസിയേറ്റഡ് പ്രോട്ടീൻ 9. ഇതാണ് Cas9. അപ്പൊ ഈ CRISPR-Cas9 എന്ന് പറയുന്ന ആ ടെക്നോളജിയിൽ Cas9 എന്നത് ഒരു പ്രോട്ടീനാണ്. അതിൽ Cas9ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് CRISPR അസോസിയേറ്റഡ് പ്രോട്ടീൻ 9 എന്നതാണ്. ഇനി എന്താണ് Cas9 പ്രോട്ടീൻ? ഇതൊരു പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് Cas9 പ്രോട്ടീൻ? അത് നമുക്ക് DNA കട്ട് ചെയ്യാനുള്ള ഒരു എൻസൈം ആണ്. ഓക്കെ, one second. ഓക്കെ, Cas9 എന്നത് ഒരു എൻസൈമാറ്റിക് പ്രോട്ടീൻ ആണ്. എന്തിനാണ് ഈ എൻസൈം ഉപയോഗിക്കുന്നത്? DNA കട്ട് ചെയ്യാൻ. നമുക്ക് പറഞ്ഞല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത ആ ജീൻ ഉൾക്കൊള്ളുന്ന DNA ഭാഗത്തെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീൻ എന്ന് പറയുന്നത് DNA ഓരോരോ പാർട്ടിലായിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ജീനിനെ റിമൂവ് ചെയ്യണമെങ്കിൽ DNA ആ ഒരു പ്രത്യേക സെഗ്മെന്റിനെ തന്നെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് Cas9. അപ്പോൾ നമുക്ക് Cas9 ഒരു എൻസൈമാറ്റിക് പ്രോട്ടീൻ ആണെന്ന് പറയാം. ഈ Cas9ന്റെ ഫുൾ ഫോം ആണ് CRISPR അസോസിയേറ്റഡ് പ്രോട്ടീൻ 9 എന്നത്. ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ട്. നൗ CRISPR എന്ന ആ ഒരു ടെക്നോളജി, ഇതിന്റെ ഫുൾ ഫോം കൂടെ അറിഞ്ഞിരിക്കണം. PSCക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് എന്നാണ്. ഓക്കെ, സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് ചിലപ്പോൾ ഈ 10ാം ക്ലാസ് സ്റ്റുഡൻസിന് മേ ബി അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ലാത്തത് കൊണ്ട് ചോദിക്കുമോ എന്നത് നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് PSC ആസ്പിറൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ്. ഇതാണ് CRISPR എന്നതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബോക്സ് ആണല്ലേ, ഒരു നോബൽ പ്രൈസ് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു വാർത്താക്കുറിപ്പാണിത്. പക്ഷേ നോക്കിക്കേ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കാനുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ്
ജീൻ എഡിറ്റിംഗിലേക്ക് ഇവരെ ഈ ജീൻ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് DNA, ജീൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ. അതായത് നമുക്ക് ഈ DNA-യിൽ എവിടെയാണ് ആ പ്രത്യേക ജീൻ ഉള്ളത്, നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ജീൻ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ജീൻ എവിടെയാണുള്ളത്, ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെ ഈ എഡിറ്റിംഗിലേക്ക് പോകാൻ കഴിയില്ല അല്ലേ. സോ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് ജീൻ എഡിറ്റിംഗിലേക്ക് നയിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീൻ എഡിറ്റിംഗിലേക്ക് നയിച്ച പ്രധാന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ DNA, ജീൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ DNA എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇതൊരു സെല്ലാണ്, നമ്മുടെ കോശം. നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശം കൊണ്ടാണല്ലേ. അപ്പോൾ ഇതൊരു കോശമാണെന്ന് വിചാരിക്കൂ. അതുകൊണ്ട് നമുക്കറിയാം കോശത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ഭാഗത്തായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് നമുക്കറിയാം ക്രോമസോംസ് ഉണ്ട്. ക്രോമസോംസ് എപ്പോഴും ഇങ്ങനെ ജോഡികളായിട്ട് അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. ക്രോമസോമിനകത്താണ് DNA ഇരിക്കുന്നത്. അപ്പം എത്ര ഉള്ളിലാണ് ഒരു കോശം, അത് തന്നെ വളരെ മൈന്യൂട്ടാണ്, വളരെ ചെറിയൊരു സാധനമാണ് അല്ലേ ഈ സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോശമാണ്. ആ കോശത്തിനകത്തുള്ള ന്യൂക്ലിയസിൻ്റെ ഒരു മാഗ്നിഫൈഡ് രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ന്യൂക്ലിയസിനകത്ത് പെയേർഡായിട്ട് കാണുന്ന, ജോഡിയായിട്ട് കാണുന്ന ഒരു പാർട്ടാണ് ക്രോമസോം. ക്രോമസോമിനകത്ത് കണ്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഇങ്ങനെയൊരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, ഇരട്ട ഇഴകളായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഇത്രയും കാര്യം കറക്റ്റായിട്ട് ആ DNA-യുടെ ലൊക്കേഷനൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് DNA-യെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി DNA-യുടെ ഘടന ആരാ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവുമില്ല, പലതവണ PSC ചോദിച്ചതാണ് അല്ലേ. ബയോളജി പാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണുമാണ് DNA-യുടെ ഘടന ആദ്യമായിട്ട് കണ്ടെത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ DNA-യുടെ ആദ്യമായിട്ട് കണ്ടെത്തുന്നതല്ല, DNA-യുടെ ചുറ്റുകോമണി മാതൃക കണ്ടെത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വാട്സൺ ആൻഡ് ക്രിക്ക് ഇൻ 1953. പക്ഷെ അതിനു മുൻപേ ഇവര് ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടെത്തുന്നതിന് മുൻപ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA-യുടെ ഘടന വാട്സണും ക്രിക്കും നിർദ്ദേശിച്ചത്. അപ്പോൾ വാട്സണും ക്രിക്കും ആണ് ഡബിൾ ഹെലിക്സ് മോഡൽ ആണ്, അതായത് ഇരട്ട ചുറ്റുകോവണി ആണ് DNA എന്ന് പറഞ്ഞത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. പക്ഷെ അതിനു മുൻപേ ഫ്രാങ്ക്ലിൻ ആൻഡ് വിൽക്കിൻസ്, റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? DNA-യുടെ ചെറുതായിട്ടുള്ളൊരു ഘടന, അതായത് എക്സ്റേ പഠനങ്ങളിലൂടെ. എന്താണ് എക്സ്റേ പഠനം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷനിലൂടെയാണ് ഇങ്ങനെ സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുക. എക്സ്റേ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ എക്സ്റേ പഠനങ്ങളുടെ ഘടന കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് എന്തിന്റെ ഘടനയാണോ അറിയേണ്ടത് അതിലൂടെ എക്സ്റേ കടത്തിവിടും. ഏതൊരു പദാർത്ഥത്തിന്റെ ഘടന അറിയണമോ ആ പദാർത്ഥത്തിലൂടെ എക്സ്റേസ് കടത്തിവിട്ട് അതിന്റെ തന്മാത്ര ഘടന മനസ്സിലാക്കുന്ന രീതിയാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ മോളിക്യൂൾസിൻ്റെയും DNA, പ്രോട്ടീൻ തുടങ്ങിയ ആറ്റത്തിൻ്റെയൊക്കെ മോളിക്യൂൾസിനെയൊക്കെ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ വഴിയാണ് ഇവർ ഘടന കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഘടന ആദ്യമായിട്ട് ഡബിൾ ഹെലിക്കാണെന്ന് പറഞ്ഞത് വാട്സണും ക്രിക്കുമാണ് 1953. അതിനു മുൻപ് തന്നെ ഫ്രാങ്ക്ലിനും വിൽക്കിൻസും ഇതിൻ്റെ ഒരു എക്സ്റേ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നടത്തിയ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51. ഈ ഫോട്ടോ 51 എന്നത് ഒരു ഇമേജ് ആണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള DNA-യുടെ ഒരു ചിത്രം ഈ കാണുന്നതാണ് ഫോട്ടോ 51. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള DNA-യുടെ ആദ്യമായി എല്ലാവരും അംഗീകരിച്ച ഒരു DNA-യുടെ ഫോട്ടോയാണ് ഫോട്ടോ 51 കേട്ടോ. ഈ ഫോട്ടോ 51 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, DNA 3 രൂപത്തിലാണ് നമുക്ക് ശരീരത്തിൽ കാണാൻ പറ്റുക. അതായത് 3 ഫോംസ് ഉണ്ട് DNA-ക്ക്, A, B ആൻഡ് Z. ഇതൊന്നും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് പഠിക്കണമെന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഫോട്ടോ 51 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈ ഫോട്ടോ 51 എന്ന് പറയുന്നത് DNA-യുടെ B ഫോമാണ്. ഇപ്പോൾ DNA-ക്ക് A, B, Z എന്ന 3 ഫോം ഉണ്ട്. അതിൽ ഫോട്ടോ 51 എന്നത് DNA-യുടെ ബി ഫോം എന്താ പറയുന്നത് വെളിപ്പെടുത്തുന്ന ഒരു ഫോട്ടോയാണ്, ഒരു പിക്ചറാണ്. എക്സ്റേ ഡിഫ്രാക്ഷനിലൂടെ ഇവർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ. ഇതിലാണ് ശരിക്കും ഡബിൾ ഹെലിക്സ് ആണ്, DNA ഡബിൾ ഹെലിക്സ് ആണ് എന്ന് ഉള്ള ആദ്യത്തെ വിവരങ്ങൾ ലഭിച്ചത് ഈ ഫോട്ടോ
കണ്ടതിന് ശേഷമാണ്. ഇനി DNA ചുറ്റുകോമണി മാതൃക കണ്ടെത്തിയതിന് വാട്സണും ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ജെയിംസ് വാട്സൺ ഈ അടുത്താണ് കേട്ടോ മരിച്ചുപോയത്. ഓക്കെ, സോ അത്രയുമാണ് DNA കണ്ടെത്തലിനെ കുറിച്ച്. ഇനി DNA സ്ട്രക്ചർ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, DNA സ്ട്രക്ചർ. അപ്പൊ നമുക്ക് DNA സ്ട്രക്ചർ ആദ്യമായി കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് വാട്സൺ ക്രിക്കാണ്. 1953 മനസ്സിലാക്കുക. അപ്പം ഇതാണ് ഒരു DNA. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു ടിപ്പിക്കൽ DNA വരയ്ക്കുന്നത്. ഇതാണ്. ഓക്കെ, ഈ ഒരു ഇതില് നമുക്ക് നോക്കിയാൽ അറിയാം 2 ഇഴകളുണ്ട്. ഇതൊന്ന്, ഇത് 2. കണ്ടോ, ഈ വരുന്നത് ഇതൊരു ഇഴ ആൻഡ് ഇത് നെക്സ്റ്റ് ഇഴ, സ്ട്രാൻഡ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഈ ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാര, ഷുഗർ, ദെൻ ഫോസ്ഫേറ്റ് തുടങ്ങിയ മോളിക്യൂൾസിനെ കൊണ്ടാണ്, തന്മാത്രകളെ കൊണ്ടാണ്. പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയും ചേർന്നാണ് DNA 2 ഇഴകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിനകത്തുള്ള ഈ പടികൾ, ശരിക്കും DNA ഈ പടി എന്ന് വെച്ചാൽ സ്റ്റെയർ കേസ് ഒന്നും ആലോചിച്ചു പോകരുത്. ആ 2 ഇഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രക്ചർ, അതിനെയാണ് ഈ പടികൾ എന്ന് പറയുന്നത്. അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസസിനെ കൊണ്ടാണ്. ഇവിടെയുണ്ട്, നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അപ്പോൾ നോക്കിക്കേ, ഈ 2 ഇഴകളാണ്, ഇതൊരു ഇഴ, ഇത് രണ്ടാമത്തെ സെക്കൻഡ് സ്ട്രാൻഡ്. അത് ഷുഗറും പഞ്ചസാരയും ചേർന്നിട്ടാണെന്ന് പറഞ്ഞല്ലോ. ഷുഗറും ഫോസ്ഫേറ്റ് തന്മാത്രയും. ഷുഗർ തന്മാത്രയുണ്ട്, ഫോസ്ഫേറ്റ് തന്മാത്രയുണ്ട്. ഓക്കെ, ആൻഡ് അതിന്റെ പടികൾ എന്ന് പറയുമ്പോൾ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഈ 2 സ്ട്രാൻഡിനെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നൈട്രജൻ ബേസുകളും ഉണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള നൈട്രജൻ ബേസ് ആണ് ഉള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോൾ 2 ഇഴകളുണ്ട്. ആ 2 ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് തന്മാത്രകളെ കൊണ്ടാണ്. ആ 2 ഇഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നൈട്രജൻ ബേസുകളാണ്. നൈട്രജൻ ബേസുകൾ 4 തരത്തിൽ: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോ ഇത് കണ്ടോ, പഞ്ചസാര തന്മാത്ര ഈ ഒരു ബ്ലൂ കളറിൽ, ഇത് ഫോസ്ഫേറ്റ് തന്മാത്ര. അങ്ങനെ അവർ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഒരു ഇഴ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് DNA ചുറ്റുകോമണി മാതൃക. ഇവിടെ തന്നിരിക്കുന്ന ഇത് DNA ടിപ്പിക്കൽ സ്ട്രക്ചർ ആണ്. ഇത് DNA ടിപ്പിക്കൽ സ്ട്രക്ചർ ആണ്. അതിനകത്തുള്ള തന്മാത്രകളെ കാണിച്ചിരിക്കുന്നതാണ്. ഇത് ഒരിഴ, ഇതൊരിഴ, അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നൈട്രജൻ ബേസുകൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് DNA ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി DNA ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ DNA അടിസ്ഥാന നിർമ്മാണ ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. ന്യൂക്ലിയോടൈഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. DNA അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് വെച്ചാൽ DNA നിർമ്മിച്ചിരിക്കുന്നത് ഏത് ഘടകം കൊണ്ടാണ് എന്നതാണ് ഇതിനർത്ഥം. സോ ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. മനസ്സിലായോ? അപ്പം നമുക്കറിയാം ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ, അതായത് പഞ്ചസാര, റൈബോസ് ഷുഗർ. ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് റൈബോസ് ഷുഗർ, റൈബോസ് എന്ന ഷുഗർ. ഓക്കെ, എന്നൊരു പഞ്ചസാര തന്മാത്ര, പിന്നെ ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര. ഇതുകൊണ്ടാണ് നമ്മുടെ ഇഴകൾ, DNA 2 ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് റൈബോസ് ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടുമാണ്. ആ ഇഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നൈട്രജൻ ബേസും കൂടെ ഉണ്ട്. ഓക്കെ, നൈട്രജൻ ബേസ്. അങ്ങനെ ഇത് മൂന്നും ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. കാരണം DNA ഉണ്ടാക്കിയിരിക്കുന്നത് 2 ഇഴകളുണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഇഴകൾ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്, പിന്നെ ഫോസ്ഫേറ്റും ഉണ്ട്. അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നിനെയും കൂടെ ചേർത്ത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുകയാണെങ്കിൽ DNA നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം, അല്ലെ?
അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് DNA നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയോടൈഡ്. ഇനി ഇതാണ് ഒരു പഞ്ചസാര, നമ്മുടെ റൈബോസ് ഷുഗർ എന്ന് പറയുന്നതിന്റെ ഒരു ഘടന. അതൊരു 5 കാർബൺ പഞ്ചസാരയാണ്. കണ്ടോ ഇവിടെ ഓരോ പോയിന്റിലും എന്താണ്, ഇവിടെ ഒരു 5 കോർണേഴ്സ് കാണാം. 5 ഇവിടെയൊക്കെ കാർബൺ ഉണ്ട്. 5 കാർബൺ ഷുഗർ ആണ്. 5 കാർബൺ ഷുഗർ, 5 കാർബണാറ്റമുള്ള ഒരു പഞ്ചസാരയാണ് ഈ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. അതായത് DNA പഞ്ചസാര 5 കാർബൺ ചേർന്നതാണ്. നൈട്രജൻ ബേസ് എന്നാൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ആൽക്കലി സ്വഭാവമുള്ള ഒരു കോമ്പൗണ്ട്, ഒരു സംയുക്തമാണ് നൈട്രജൻ ബേസ്. അപ്പൊ എന്താ ആൽക്കലി? ആൽക്കലി എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെള്ളത്തിൽ ലയിക്കുന്ന ബേസസിനെയാണ് നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്ന ബേസ്. ആൽക്കലികൾ ശരിക്കും ബേസ് എന്ന് പറയുന്നത് എല്ലാം ആൽക്കലി അല്ല, വെള്ളത്തിൽ ലയിക്കുന്നതും അല്ലാത്തതും ഉണ്ട്. അതിൽ വെള്ളത്തിൽ ലയിക്കുന്ന ബേസിനെയാണ് ആൽക്കലി എന്ന് പറയുന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന ബേസ് ആൽക്കലി. അപ്പോൾ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഒരു ആൽക്കലിയാണ്, അതിനകത്ത് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. അതിലെ പഞ്ചസാര എന്ന് പറയുന്നത് 5 കാർബൺ ഉള്ള പഞ്ചസാരയാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കുഞ്ഞു വർക്ക്ഷീറ്റ് ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാം. DNA ഇഴകളുടെ എണ്ണം. എത്ര ഇഴകളുണ്ട് DNA നമുക്ക് പിക്ചർ നോക്കി പോകാം. നോക്കിക്കേ, എത്ര ഇഴകളുണ്ട്? 2 ഇഴകളുണ്ട് അല്ലേ? DNA 2 ഇഴകളുണ്ട്. ഇതൊന്നും ചെറുതായി കാണരുത്. ഇതൊക്കെ നമുക്ക് PSC ചോദിക്കാൻ വേണ്ടി ചിലപ്പോൾ കഴിഞ്ഞ കുറേ പരീക്ഷകളിൽ കുറച്ച് ടേബിൾസ് മാത്രമായിരുന്നു PSCയുടെ ഇഷ്ടപ്പെട്ട ഭാഗം അല്ലേ? അതുപോലെ ഇങ്ങനെയുള്ള വർക്ക്ഷീറ്റുകൾ ഒത്തിരി ഉണ്ട് ഇത്തവണ വന്ന പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ. അപ്പം അതൊക്കെ നല്ല പോലെ, അതൊന്നും ഇങ്ങനെയുള്ള ഫാക്റ്റുകളൊക്കെ പഠിച്ചിട്ട് വർക്ക്ഷീറ്റ് മൈൻഡ് ചെയ്യാതെ പോകരുത്, ഇതും കൂടെ ഒന്ന് പഠിക്കണം. അപ്പൊ 2 ഇഴകളുണ്ട്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ? ഇതാണ് ശരിക്കും ഇഴ. ഈ കാണുന്ന ഇതാണ് ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സോ പഞ്ചസാര തന്മാത്രയുണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ദെൻ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പടികൾ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചസാരയും ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. സോറി 1 സെക്കൻഡ്. ഓക്കെ, പഞ്ചസാരയും ഫോസ്ഫേറ്റും മാറിപ്പോവല്ലേ, എനിക്ക് മാറിപ്പോയതാണ്. സോ പഞ്ചസാരയും ഫോസ്ഫേറ്റ് തന്മാത്രയും കൊണ്ടാണ് ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത്. പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസ്. വിവിധ തരം നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? അതെവിടെന്നാ ചോദിക്കുന്നത്? ഈ ഭാഗം: അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഞാൻ അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എഴുതാം. വിവിധ തരം നൈട്രജൻ ബേസസ് ആണ് അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇനി ഈ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസ് കൊണ്ടാണ്. നമുക്ക് 4 നൈട്രജൻ ബേസ് ഉണ്ട്. പടികൾ രൂപപ്പെടുന്ന വിധം എങ്ങനെയാ? ഈ പടികൾ രൂപപ്പെടുന്നത് ഒന്ന് ഇവിടെ നോക്കിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇതാണ് പടികൾ. ഇതൊരു പടിയാണ്. ഇതൊരു അടുത്ത പടിയാണ്. ഇത് എങ്ങനെയായി രൂപപ്പെട്ടിരിക്കുന്നത്? 2 നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നിട്ടാണ് അല്ലേ? പെയർഡ് ആയിട്ടാണ്. അപ്പോൾ ജോഡികൾ, നൈട്രജൻ ബേസ് ജോഡികൾ എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. നൈട്രജൻ ബേസ്, ഈ അഡെനിൻ എന്ന് പറയുന്നത് എപ്പോഴും തൈമിനായിട്ടാണ് ജോഡി ചേരുന്നത്. സൈറ്റോസിൻ ഗ്വാനിനായിട്ടുമാണ്. ഈ ഒരു പെയർ ആയിരിക്കും എപ്പോഴും. നൈട്രജൻ ബേസുകളുടെ പെയറിങ് ഇങ്ങനെയാണ് വരിക. അതാണ് താഴെ. അപ്പൊ പടികൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ജോഡികളായിട്ട്, നൈട്രജൻ ബേസിന്റെ ജോഡികളായിട്ട്. നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം ചോദിച്ചാൽ അഡെനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ. ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ. ന്യൂക്ലിയോടൈഡ് നോക്കിക്കേ, ഒരു റൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ എന്ന് പറയുന്നത് ഒരു റൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ നൈട്രജൻ ബേസ് ഉണ്ട്. ഇത്രയും ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഇതിലൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ ഈ ഷുഗറും ഫോസ്ഫേറ്റും മാത്രമാണെങ്കിൽ അത് ന്യൂക്ലിയോസൈഡ് ആണ് കേട്ടോ. ന്യൂക്ലിയോസൈഡ് ആണ്. ഓക്കെ, ഷുഗറും ഫോസ്ഫേറ്റും മാത്രം, അത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, അറിഞ്ഞിരിക്കുക. ന്യൂക്ലിയോസൈഡ് ആണ് ഏത്? ഷുഗറും ഫോസ്ഫേറ്റും. അതിനോടൊപ്പം ഒരു നൈട്രജൻ ബേസ് ചേരുമ്പോൾ, സോ ന്യൂക്ലിയോസൈഡ് പ്ലസ് നൈട്രജൻ ബേസ്, അതാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്.
ഓക്കെ. സോ ഇന്നത്തേക്ക് ഇത്രയും മതി. ഒരു വളരെ ചെറിയൊരു പോർഷനാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകളുള്ള ഒരു പോർഷനാണിത്. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. സോ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.